അതേസമയം മലപ്പുറം മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ കുടുംബം വോട്ട് രേഖപ്പെടുത്തി. എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വൈകിയത് എന്ന് അവർ പറഞ്ഞു. വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് അതിനുള്ള ഉത്തരം അവരോട് തന്നെ ചോദിക്കണമെന്നാണ് പറഞ്ഞത്. UDF ആണ് തങ്ങളുടെ പാർട്ടി, UDF ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നും VV പ്രകാശിന്റെ മകൾ പ്രതികരിച്ചു. UDF സ്ഥാനാർത്ഥി വീട്ടിൽ എത്താത്തതിൽ പരാതിയില്ല എന്നും കുടുംബം പ്രതികരിച്ചു. വോട്ട് ബഹിഷ്കരിക്കുകയാണെന്ന തലത്തിൽ വരെ ഇടത് സൈബർ ഇടങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. 6 മണി വരെ വോട്ടിംഗ് സമയമുണ്ടല്ലോ, നമുക്ക് എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ വോട്ട് ചെയ്യായിരുന്നു. വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കേണ്ടി വരും അവരെന്തിനാണ് അങ്ങനെ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്റെ അച്ഛൻ മത്സരിച്ച് അതിന് റിസൾട്ട് വരുന്നതിന് 3 ദിവസമാണ് മരണപ്പെടുന്നത്. തികച്ച ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. തികച്ചും ആ വ്യക്തിനെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുള്ളൂ. കാരണം എന്റെ അച്ഛനാണല്ലോ. ഇങ്ങനെ ഇപ്പോൾ ഈ വോട്ടെടുപ്പ് കഴിയാറായി, ഒരു വിജയ സാധ്യതയൊക്കെ എങ്ങനെയാണെന്ന് കാണുമ്പോൾ തോന്നുന്നു? വിജയസാധ്യത തീർച്ചയായും UDF ജയിക്കണം എന്ന് തന്നെയാണല്ലോ. കാരണം ഞങ്ങളുടെ പാർട്ടി UDF ആണല്ലോ. ഭരണം വരെ കോൺഗ്രസ്സുകാരിയായിരിക്കും എന്നാണ് നേരത്തെ. തീർച്ചയായിട്ടും നിലപാടിലൊരു മാറ്റമില്ല. സ്ഥാനാർത്ഥി വീട്ടിലെത്തിയില്ല എന്ന് സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ ഞങ്ങൾക്ക് പരാതിയില്ലാത്ത കാര്യമാണത്.